ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഐ ആം ബാക്ക്. എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ. ഇന്നലെ നമ്മുടെ ബിഗ് ബോസിലെ മത്സരാർത്ഥികളെല്ലാവരും തിരുമ്പി വന്ന് എയർപോർട്ടിൽ കിടന്ന് ഭയങ്കര പരിപാടികളൊക്കെ ആയിരുന്നു. കുറേ കാര്യങ്ങൾ ഇന്നലെ നടന്നു ഗായ്സ്. സോ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഉരുട്ടിയ പരിവാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് പരിപാടിയിലോട്ട് പോകാം ഗൈസ്. ഇതിനകത്ത് സീരിയസ് മാറ്റേഴ്സ് ഉണ്ട്, കോമഡി മാറ്റേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് കണ്ടുപോകാം. ഓക്കെ, അവന്റെ അമ്മയാ വിളിച്ചത്. അർജുൻ ആ സമയം തിരിച്ചൊക്കെ മിണ്ടാതെ നാട്ടിക്കാതെ മനുഷ്യന് ഇങ്ങനായിരിക്കും അവൻ പറഞ്ഞത്. ഒരമ്മയുടെ സ്നേഹവും ഒരു പ്രൗഡ് മൊമെന്റും ഒക്കെയാണ്. ഒറ്റ സംഭവം കോമഡി ആയിട്ടുണ്ടുള്ളവര്. ചില പ്രേക്ഷകർ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക, സംഭവം നൈസാണ്. അവന്റെ ഫേസ് ആണെങ്കിൽ ക്രിഞ്ചടിച്ച് ജനറേഷനാണ് നായര് പറയുമ്പോൾ ക്രിഞ്ചടിച്ച് പുറന്നോട്ട് അങ്ങ് തള്ളയെ നാറ്റിക്കാതെ മനുഷ്യന്. എൻ്റെ പൊന്നേ, ഇത് കിടിലൻ സാധനമായിരുന്നു കേട്ടോ. ഞാൻ കുറേ ചിരിച്ച് ഈ സാധനം കണ്ടിട്ട്. അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സിജോ മോന് എന്തോ പറയാറുണ്ട്. സിജോ മോൻ്റെ ഒരു ബൈറ്റ് കാണാം. കപ്പെടുത്തതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണോ? എനിക്കോ? ഞാൻ എക്സൈറ്റ് ആവുന്നത് വേറെ ആൾ കപ്പെടുക്കുമ്പോൾ എനിക്ക് എങ്ങനെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നു? അങ്ങനെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും പ്രതീക്ഷിച്ചായിരുന്നു. ജിൻഡോ കപ്പടിച്ചതിന്റെ എക്സൈറ്റ്മെന്റ് ആണോ? ഞാനത്തെ എക്സൈറ്റ്മെന്റ് ആണ്. വേറൊരാളല്ലേ കപ്പടിച്ച്. നല്ല വിഷമമുണ്ടില്ലേ മുഖത്ത്? കപ്പടിക്കുമ്പോൾ ഇടിയും കൊണ്ട് തിരിച്ചു വന്നു. എന്നിട്ട് വിഷമിക്കാം, കുഴപ്പമില്ല, നീ ഡിസർവിങ്. വിഷമിക്കാൻ വേണ്ടി നീ ഡിസർവിങ്, കുഴപ്പമില്ല, വിഷമിച്ച കേട്ടാ. ഈ ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകൾക്ക് എന്തൊക്കെയും പറയാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ PR കൊടുക്കണം, നന്നായിട്ട് PR കൊടുക്കണം, ശക്തമായിട്ട് PR കൊടുക്കണം. അങ്ങനെ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അതെ, അങ്ങനെ പറയാൻ കാരണം ഉണ്ടായത് കാരണം ഇത്തവണ ഞാൻ ഒരുപാട് PR-നെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളതുകൊണ്ട് ശക്തമായിട്ട് PR കൊടുത്ത്, അല്ലെങ്കിൽ PR-ന്റെ ബേസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഇത്തവണ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിന്നർ അപ്പൊ PR എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഒരാളല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഒരാളുടെ ആൾക്കാർ ഉദ്ദേശിച്ചത്. പിന്നീട് സംസാരിക്കാം. ഓക്കെ, സിജോ പറയുന്നത് ഗൈസ്, PR കൊടുത്താലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ്. ശക്തമായി PR കൊടുക്കണം. ഇത്തവണത്തെ വിന്നർ അന്നേരം PR മേടിച്ചിട്ടാണോ വിജയിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരാളല്ല ഉദ്ദേശിച്ചത്, ഒരു കൂട്ടം ഓഫ് ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ആ ഒരു കൂട്ടത്തിൽ നമ്മുടെ ജിൻഡോയും പെടും. ജിൻഡോയും PR കൊടുത്തിട്ടാണ് ഗൈസ് വിജയിച്ചതെന്നാണ് നമ്മുടെ ചിജോ മോൻ പറയുന്നത്. എൻ്റെ പൊന്നു ചിജോ മോനെ, അകത്ത് പോയി വലിയതൊക്കെ കാച്ചു കൂട്ടണം, എന്നാലും ബോട്ടൊക്കെ വീഴത്തോളൂ. അതതിൻ്റെ അകത്ത് പോയിട്ട് പെങ്ങളൂട്ടി പാസം എൻ്റെ കുഞ്ഞിന് ക്ഷീണിച്ചു പോയി, ഞാൻ നിന്റെ ആരാ ഇങ്ങനെ കാണിക്കാൻ നിന്നാലേ അല്ല കൂപ്പ് കിട്ടടാ, കൂപ്പ്. എന്നിട്ട് അവൻ വന്നേക്കുന്നു PR കൊടുക്കട്ടെ. PR കൊടുത്താൽ മാത്രം പോരടെ, കാച്ചാനും കൂടെ അറിയണം. അവൻ പെങ്ങളുട്ടി പാച്ചൻ കാച്ചിട്ട് PR-കാരെ കൂറ്റം പറയാൻ നിൽക്കുക കേട്ടാ. പക്ഷെ ഒരു കാര്യം പറയാം ഗൈസ്, നമ്മുടെ ഉണ്ണിക്കണ്ണേട്ടൻ ഉള്ളതുപോലെ പറഞ്ഞ് ജിൻഡോ കപ്പടിച്ചിൽ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാവേ. മൊത്തത്തിൽ കളറായിരുന്നു പ്രോഗ്രാം. ഫിനാലെ അടിപൊളിയായിരുന്നു. നമ്മളെ ജിൻഡോ കപ്പ് തൂക്കിയിരിക്കുകയാണ്. അതെ, ജിൻഡോ വിന്നർ ആയിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അർജുൻ കപ്പടിക്കണം എന്നായിരുന്നു. അതിലെനിക്ക് ഭയങ്കര ഒരു സാഡ് ഉണ്ട്, ബിക്കോസ് അർജുന് കപ്പ് കിട്ടിയില്ല. ഐ തോട്ട് അഭിഷേക്, സിജോ ഇല്ലെങ്കിൽ അഭിഷേക് ഓർ അർജുൻ. അണ്ണ ഉള്ളതുപോലെ പറഞ്ഞടേ, എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. കോമഡി ഒന്നുമില്ല. അഭിഷേക്, സിജോ, അർജുൻ ഇവരാരെങ്കിലും കപ്പടിക്കണമെന്നായിരുന്നു അണ്ണൻ്റെ ആഗ്രഹം. എന്നിട്ട് അണ്ണനിലൊരു ഭാവി അണ്ണൻ കണ്ടില്ല. അതാണ് കോമഡി. ഇവിടുന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചുകൊണ്ട് പോയതാണ്, ഞാൻ കപ്പടിച്ചിരിക്കും. അവസാനം പെട്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോയേണ്ടി വന്നു. എന്തായാലും ആ പോയവരുടെ കൂട്ടത്തിൽ ഇച്ചിരി ലാഭം ഉണ്ടാക്കിയത് അണ്ണന്. 5 ലക്ഷം എങ്കിൽ 5 ലക്ഷം ഉള്ളതായല്ലോ. ചേട്ടൻ കപ്പെടുത്തിരിക്കുകയാണ്. നമുക്കൊക്കെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ടാവും. അപ്പാർട്ട് ഫ്രം ദാറ്റ് പ്രേക്ഷകർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ടാവും. അങ്ങനെ ഒരു വ്യക്തി കപ്പെടുത്തു. അതാണ് ഗൈസ്, എൻഡ് ഓഫ് ദ ഡേ ഷോ ആണ്. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞ് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. നല്ല വിഷമമുണ്ട് കേട്ടോ എല്ലായിടത്തിനും. ഇതിനൊക്കെ എല്ലാവർക്കും ഒരു പേഴ്സണൽ ഫേവറേറ്റ് കാണും. പക്ഷെ കപ്പ് കിട്ടിയില്ല, എന്തോ ചെയ്യാൻ പറ്റും?
പോട്ടെ കരഞ്ഞിട്ട് കാര്യമില്ല. കാരണത്താണ് പോയി 2 വീഡിയോ ഇട്ട് 4 തെരുവിളിയേക്ക്. അതാകുമ്പോൾ നിന്റെ വിഷമം അങ്ങ് തീരും. ഇവന്റെ കമന്റ് സെക്ഷൻ കാണണം, എന്റെ പൊന്നെ ചിരി ചൂപ്പാട് വരും. ഞാനിപ്പോൾ വെറുതെ ഇരിക്കും ബോറടി മാറ്റാൻ വേണ്ടിയാണ് എൻ്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുന്നത്. സത്യം ഒമ്മാതിരി എന്റർടൈൻമെന്റ് ആയിട്ടാണ് എൻ്റെ കമന്റ് സെക്ഷൻ. കുറെ ഇമോഷണൽ കാര്യങ്ങളുണ്ടായിരുന്നു, നമ്മുടെയൊക്കെ ജേർണി കാണിച്ചു. കുറെ ഇമോഷണൽ കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ലേണിംഗ് കർവ് അല്ലെ, ഒരുപാട് പഠിച്ചിട്ടുണ്ട് ബിഗ് ബോസ്. ഒരുപാട് കാര്യങ്ങളാണ് അണ്ണൻ ബിഗ് ബോസിൽ പോയിട്ട്. മെയിനായിട്ട് കക്കൂസിൽ പോയി വെള്ളം ഒഴിക്കാൻ പഠിച്ചു. അത് വലിയൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ പഠിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യമാണ്. കക്കൂസിൽ പോയി അവനവൻ്റെ അപ്പി അവനവൻ തന്നെ വെള്ളം ഒഴിച്ച് കളയണം. ചന്തി കഴിയുന്ന സ്വന്തമായിട്ടായിരിക്കും അറിയാൻ പാടില്ല. എന്തായാലും അത് പഠിച്ചിട്ടുണ്ട്. അത് വലിയൊരു പാഠമാണ് കേട്ടോ, അതാരും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു സാധനം കൊണ്ട് കാണാം ഗൈസ്. അഭിഷേകിൻ്റെ ഒരു ഐറ്റം ഇറങ്ങിയിട്ടുണ്ട്. Immediate ejection of Abhishek Srikumar from Big Boss Malayalam season 6. I'm requesting and demanding immediate ejection of Abhishek Srikumar. ഇവനെ കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞ്. എനിക്ക് ഞാൻ LGBT കമ്മ്യൂണിറ്റിക്ക് എതിരെയൊന്നുമല്ല ഗൈസ്, സീരിയസ്ലി അവരും നമ്മുടെ മനുഷ്യന്മാരൊക്കെ തന്നെയാണ്. അവരെ ഞാൻ ബഹുമാനിക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അവനെ കാണുമ്പോൾ ഇവൻ എന്തോ നടയത്, ഇവൻ റിക്വസ്റ്റിംഗ് അല്ല, ഡിമാൻഡിങ് ഇമ്മീഡിയറ്റ് ഇജക്ഷൻ ഓഫ്. എന്നിട്ടിപ്പോൾ എന്തുണ്ടായിടേ, അവൻ ടോപ്പ് 5 വന്ന് കബൂടെ കിട്ടിയായിരുന്ന അണ്ണൻ പെരപ്പുറത്തായത്. ഇമ്മീഡിയറ്റ് ഇജക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊല്ലക്കാരെ പറയിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ കുറെ കടയടി മക്കൾ ഇറങ്ങിയിട്ടുണ്ട്. ജാസ്മോൾ ഇല്ലാതെ നമുക്ക് എന്ത് ആഘോഷം ഗൈസ്. ജാസ്മോളുടെ എയർപോർട്ട് എൻട്രി കാണാം ഗൈസ്. ജാസ്മോൾക്ക് പുതിയൊരു ബോഡി ഗാർഡിനെ കിട്ടിയെന്നാണ് ഞാൻ അറിഞ്ഞത്. ജാസ്മോളുടെ ബോഡി ഗാർഡ് നമ്മുടെ ദിയാസുന ചേച്ചിയാണ് ഗൈസ്. ദിയാസുന ചേച്ചി ചേച്ചി കൈ മാറ്റുമ്പോൾ ആള് ചെന്ന് മാലയിടണം. ഭയങ്കര ബോഡി ഗാർഡ്. ജനലക്ഷങ്ങളോടെ തടിച്ചു കൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ദിയാസുന ചേച്ചി അവിടെ കഷ്ടപ്പെട്ട് ആണ് ജാസ്മോളെ രക്ഷിക്കാൻ നിൽക്കുന്നത്. കിരീടം വെച്ചിട്ടുണ്ടല്ലോ. മറ്റേ പൊന്നാട എങ്ങോട്ട് എണീച്ചപ്പോ ചേച്ചി ഇതെനിക്ക് തന്നെയാണോ ദൈവമേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? എൻ്റെ പൊന്ന് യാസ്മിനെ, വന്ന മാങ്ങാണ്ടി മോറനും ആ ചേച്ചി നിന്റെ PR ടീമാണ്, അല്ലാതെ ആരാധന കൊണ്ടൊന്നും വന്നേല്ല. കാശ് കൊടുത്ത് വെച്ചേക്കുന്ന ടീമാണത്. അവൻ എല്ലാ ദിവസവും ഇൻസ്റ്റയിൽ വന്ന് കുണകുണയ്ക്കാറുണ്ട്. അതുകൊണ്ട് നീ ഒരുപാടൊന്നും തുള്ളിച്ചാടണ്ട, മനസ്സിലായോ? പൈസ കൊടുത്ത് വെച്ചേക്കുന്ന ആളാ. പറഞ്ഞതാ നമുക്ക് എല്ലാവർക്കും എടുക്കാൻ പറ്റും. അങ്ങോട്ട് നിൽക്കാം, നമുക്ക് എല്ലാവർക്കും എടുക്കാം. കുറച്ചുകൂടെ എന്നാ പിന്നെ കുറച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഗൈസ്. നമ്മുടെ ബോഡി ഗാർഡ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ചേച്ചി ഇപ്പൊ ആക്ടിവിസ്റ്റ് പണിയൊക്കെ വിട്ടിട്ട് ഇപ്പൊ ബോഡി ഗാർഡ് പരിപാടി തുടങ്ങുന്നത്. ജാസ്മിന്റെ PA ആണോ ചേച്ചി? ജാസ്മിന് പ്രൊട്ടക്ഷൻ, അവർക്ക് പ്രൊട്ടക്ഷൻ, മൊത്തത്തിലുള്ള പ്രൊട്ടക്ഷൻ ചേച്ചി ഏറ്റെടുത്തിരിക്കുകയാണ്. എടാ ഇന്നല്ല എവരുടെ ഒരു വീഡിയോ ക്ലിപ്പ്, വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങി. എന്തൊരു തൊറിയെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ജോതി തെറി. അയ്യോ മറ്റില്ല പെട്രാക്സ് എന്ന് പറയുക എടുത്തിട്ടുണ്ടല്ലോ അജ്മലി, അവനെ വിളിക്കുന്ന തെറി ഞാൻ എൻ്റെ ലേശം ഒന്ന് കാണിക്കാം. മൊത്തം കൂടെ ഇടാൻ പറ്റൂല. കാര്യം വെച്ചാൽ അത് മൊത്തം കേട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം പോകും. എന്ത് ദൈവം, ഇവര് ഭയങ്കര സ്ത്രീകളുടെ സുനയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന സുനച്ചേച്ചിയാണ്. പക്ഷെ വാ തുറന്ന തള്ളക്ക് മാത്രമേ വിളിക്കത്തുള്ളൂ. എന്ത് സുനയാണ് ചേച്ചി സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യുന്നത്? എനിക്കത് മനസ്സിലാവാത്ത. ചേച്ചിക്ക് ആക്ടിവിസ്റ്റ് പണിയൊന്നും അല്ല ചേച്ചി പറ്റുന്നത്. ചേച്ചിക്ക് പറ്റുന്ന ഒരു പണി ഞാൻ കാണിച്ചു തരാം. ഈ പരിപാടി ചേച്ചിക്ക് സൂപ്പറായിട്ട് പറ്റും. കൊടുങ്ങല്ലൂരമ്മൊരു പണ്ടര പൊടിയാടി കണ്ടവർക്കൊക്കെയും കാട്ടും. പൊടിയടിയെത്തിയെ മുത്തങ്ങ പുല്ല് കൊണ്ടോത്തവളെ ഈ പരിപാടി ചേച്ചിക്ക് സെറ്റാ. പൈസ നല്ല കിട്ടുമെന്ന് തോന്നുന്നു. ചേച്ചിക്ക് പിന്നെ നോക്കി വായിക്കുക ഒന്നും പഠിക്കുകയൊന്നും വേണ്ട, നേരിട്ട് പോയെങ്കിൽ പറഞ്ഞാൽ മതി. ഇതാവുമ്പോൾ ആരും തെറി വിളിച്ചെന്നുള്ള കുറ്റവും പറയത്തില്ല. ദൈവത്തിനെ വാഴ്ത്തി പാടുമെന്ന് ആൾക്കാരെങ്കിൽ വിചാരിച്ചോളൂ.
നല്ല ഒന്നാമത്തെ ആർട്ടിസ്റ്റ് പണി അങ്ങ് വിട്ടേക്ക് ചേച്ചി ഇതിന് വേണ്ടിയിട്ടാ ജനിച്ചേക്കുന്നതെന്ന് അങ്ങ് കരുതിക്കൊണ്ടാൽ മതി. സൂപ്പർ പരിപാടി ഇതാ. ഓക്കെ ഗൈസ്, ജിൻഡോ ഇല്ലാതെ നമുക്കിനി എന്ത് ആഘോഷം ഗൈസ്? വേർ ഇസ് ദ കിങ്? ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് വെച്ചാൽ ഇത് ഇട്ടുകൊണ്ട് പോയിക്കുന്ന ഒരാളുണ്ട്. അതൊരു 3 വർഷത്തോളമായി ഇട്ടച്ചും പോയിട്ട്. ആൾ വന്ന സെപ്റ്റംബറിൽ വരുമെന്ന് പറഞ്ഞേക്കണം. ഇവിടെ ഇല്ല, ആൾ പുറത്താണ്. വന്ന കല്യാണം നടത്തും. കാരണം അമ്മയ്ക്ക് സുഖമില്ലാണ്ടിരിക്കാനാണ്. വന്നില്ലെങ്കിൽ ഇനി ഞാൻ ക്ഷമിക്കില്ല, അത് ഉറപ്പാണ്. കാരണം 3 വർഷം ഞാൻ കാത്തിരിക്കുന്നു. അടുത്ത സെപ്റ്റംബറിൽ വരുമെന്ന് പറഞ്ഞാൽ വന്നില്ലെങ്കിൽ ഞാൻ വേറെ നോക്കും. അത് പറഞ്ഞിട്ട് തന്നെ ഞാൻ അവളോട് പോകുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ. ജിൻഡോ വന്നില്ല, അവിടെ തേച്ചിട്ട് അടുത്തന്നെ പിടിച്ചേക്കണം. വെറുതെ ഒരുത്തേക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. നമ്മുടെ സമയവും നമ്മുടെ മുടിയും കൊഴിഞ്ഞു പോകുന്ന നമുക്ക് അറിയാൻ പറ്റൂല, മനസ്സിലായോ? അതുകൊണ്ട് അടുത്ത ആളെ പിടിച്ചേക്കണം. ഒന്നുമില്ലല്ലോ, ജിൻഡോ ഇപ്പോൾ ഒരു കപ്പടിച്ച ആളല്ലേ. പിന്നെ അല്ലാതെ ചേച്ചി കേൾക്കുന്നുണ്ടെങ്കിൽ ഉടനെ വന്ന് കെട്ടിക്കോ. പെൺപിള്ളേർ കൊത്തിക്കൊണ്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടല്ലോ. വേണമെങ്കിൽ കെട്ടിക്കോ, ഞങ്ങൾ പറഞ്ഞേ. ഈ ഇരിപ്പിരുന്നങ്ങ് പോകാനുള്ള പ്ലാനാന്നു. അതിന്റെ മേളിൽ കയറി ഇരുന്നങ്ങ് ഇരിക്കുക ചോദിച്ച്. ആരുമില്ല, താഴെ ഇറങ്ങി ഇരിക്കും. ഒന്നാമതുകൊണ്ട് MVD പെറ്റി ആരെ അടിക്കും പറഞ്ഞ് നോക്കി നിൽക്കുക. സഞ്ജുട്ടക്കിന്റെ ഒക്കെ അവസ്ഥ കണ്ടല്ലോ. ആ ജീവനാന്ത ഗോവിന്ദയായി അവന്റെ കാര്യം. ഇപ്പം മറ്റേ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. വേണ്ടെങ്കിൽ അവിടെ മാറി ഇരിക്കും കേട്ടോ. ജിൻഡോയുടെ നാട്ടിൽ ചെന്നപ്പോഴുള്ള സ്വീകരണമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത്. കഴിഞ്ഞിട്ട് അഖിൽമാരാറൊക്കെ വന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഭയങ്കര ഫാൻസ് ആണെന്ന് തോന്നട്ടെ ജിൻഡോയ്ക്ക്. എനിക്ക് ഇതെന്തായാലും 1-2 മാസത്തേക്ക് ഫാൻസൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് കാര്യമൊന്നുമില്ല. ആ ട്രോഫി നിങ്ങൾ കണ്ടോ ഗൈസ്? പിടിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ മൊനമ്പല്ല മോന്തക്കാണ് കൊണ്ട് കീറുമാര് മനഃപൂർവ്വം പണി കൊടുത്താന്ന് തോന്നുന്നു കേട്ടോ. കാര്യം ഇതിങ്ങനെ താങ്ങി പിടിക്കണം. 20 കിലോൻ്റെ കട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഗുണാപ്പ് ഇങ്ങനെ വെച്ചേക്കുന്ന പോലത്തെ ഒരു സാധനം. ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സാധനം കൊടുക്കൂ? കഴിഞ്ഞിടത്ത് അതിൻ്റെ മുമ്പത്തെ ട്രോഫിയെ കണ്ടിട്ട് അതിങ്ങനെ ഇതിൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിക്കുന്നതിന് വിട്ട് പിടിക്കാൻ പറ്റും സാധനത്തിനകത്ത്. അത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. ഈ പണ്ടാരാങ്ങാണ്ട് പിടിക്കാൻ പറ്റും. ഇതിൻ്റെ എനിക്ക് മസിലൊക്കെ ഉണ്ട്, അതിൻ്റെ പേര് പൊക്കിണ്. ഞാൻ വിചാരിച്ചത് ആ സാധനം വീട്ടിലെത്തുന്നതിന് മുമ്പേ 2ആയിട്ട് ഒടിഞ്ഞു പോകുന്നു. ജിൻഡോ ആണെങ്കിൽ നാട്ടിൽ ചെന്ന് എല്ലാവർക്കും കയ്യിൽ ഉമ്മ കൊടുത്ത് ജിൻഡോയുടെ ചുണ്ടൊരു എല്ലാത്തിനും കയ്യിൽ ഉമ്മ കൊടുപ്പായിരുന്നു. എന്തായാലും സന്തോഷമുണ്ട്. നമ്മുടെ സാധാരണക്കാരനൊരാൾക്ക് കപ്പ് കിട്ടിയല്ലോ, അത് വലിയൊരു കാര്യം. കുറേ എണ്ണത്തിൻ്റെ അണ്ണാക്കിലടിച്ച കപ്പ് കൊടുപ്പായി പോയി വെട്ടത്ത്. അയ്യോ, ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയാൽ എന്തൊക്കെയോ മറിക്കും എന്ന് പറഞ്ഞ പല ടീംസ് ഇപ്പം മാളത്തിലാണെന്ന് തോന്നുന്നു, പുറത്തോട്ട് കാണുകയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് ഇന്നലെ നടന്ന കലാപരിപാടികൾ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചർമ്മറ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടല്ലോ. നമ്മളെ പെട്ടെന്ന് 60,000K ആക്കി താ. 60K. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ശരിക്കും ബൈ.